പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 3 എഫേർട്ട്ലെസ്, അതായത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാനിഫെസ്റ്റേഷനിലേക്ക് പോകാൻ സാധിക്കുന്ന 3 എഫേർട്ട്ലെസ് ആയിട്ടുള്ള, വളരെ കുറച്ച് എഫേർട്ടുള്ള, നമുക്ക് മാസീവായിട്ട് സക്സസ് തരുന്ന 3 പ്രോസസ്സസ്സാണ്, അല്ലെങ്കിൽ 3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സസ്സാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമ്മളുടെ ഫ്രീ ലൈവ് ക്ലാസ്സസ് കിട്ടും. കൂടാതെ നമ്മളുടെ പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്, അതായത് നമ്മളുടെ അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്ന നമ്മളുടെ പെയ്ഡ് ക്ലാസ് ഉണ്ട്. അലൈൻമെൻറ്റ് മാസ്റ്ററിക്ക് അപ്പുറത്തേക്ക് ഹീലിങ്സ് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ റുട്ടീനൊക്കെ തയ്യാറാക്കി തരുന്ന ഒരു ഹൈലി എഫക്റ്റീവ് ക്ലാസ് ആയിരിക്കും നമ്മുടെ പെയ്ഡ് ക്ലാസ്. ആ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് താഴെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഫ്രീ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ പെയ്ഡ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ആ 3 എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കുകൾ, നിങ്ങൾക്ക് എഫേർട്ട്ലെസ്സായി മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആ 3 എഫക്റ്റീവ് പ്രോസസ്സ്? ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ക്ലാരിറ്റി ഇൻ വിഷൻ ആൻഡ് ഇമോഷൻ എന്നുള്ളതാണ്. ഓക്കെ, എന്തായിരുന്നു? ക്ലാരിറ്റി ഇൻ വിഷൻ ആൻഡ് ഇമോഷൻ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പല ആളുകളും മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ്, വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താണ് വിഷ്വലൈസേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആ ഇമേജിനെ പറ്റി മാത്രമേ ആളുകൾക്ക് ഒരു ബോധ്യമുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റ് ചിന്തകളെ പറ്റി മാത്രമേ നമ്മൾ സാധാരണഗതി ചിന്തിക്കുമ്പോൾ ബോധമുള്ളൂ. ആ ചിന്തകളല്ല, ആ ചിന്തകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഇമോഷൻസാണ്. നമ്മളെപ്പോഴും പറയും ഇലക്ട്രിക് സിഗ്നലുണ്ട്, മാഗ്നറ്റിക് സിഗ്നലുണ്ട്. ഇലക്ട്രിക് സിഗ്നൽ എന്ന് പറയുന്നത് വിഷനാണ്, അല്ലെങ്കിൽ ആ ചിന്താഗതിയാണ്. നമ്മുടെ മാഗ്നറ്റിക് സിഗ്നൽ എന്ന് പറയുന്ന ആ ഇമോഷൻസാണ്. ആ ഇമോഷൻസ് കൂടി കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഫീലിങ്സ് കറക്റ്റ് ആയിരിക്കണം. അതും ഡിക്റ്റോ ആയിട്ടുള്ള നമുക്കുള്ള ആ ഒരു ഇമേജും വരണം. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു ഫീലിങ്സും കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ മാനിഫെസ്റ്റേഷനിലേക്ക് പോകാൻ സാധിക്കൂ. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ തിങ്കിങ് ഫാർ ബിയോണ്ട് യുവർ റിയാലിറ്റി, അല്ലെങ്കിൽ സീയിങ് ഫാർ ബിയോണ്ട് യുവർ റിയാലിറ്റി. പല ആളുകളും വിഷമം നിറഞ്ഞ മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പല ആളുകളും ഭയങ്കരമായ ഹാർഷ് റിയാലിറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള ചിന്താഗതിക്ക് ബിയോണ്ടായിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് മാനിഫെസ്റ്റേഷൻ സംഭവിക്കൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്പീഡായിട്ട് മാനിഫെസ്റ്റേഷൻ സംഭവിക്കൂ എന്നുള്ളതാണ്. അടുത്തത്, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റീപ്രോഗ്രാം യുവർ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഈ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായ ഒരു മാനിഫെസ്റ്റേഷൻ റുട്ടീൻ ഉണ്ടാകണം. ഓക്കെ, നമ്മളിപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന, നമ്മൾ വർഷങ്ങളായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ബിലീഫൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ എല്ലാം എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ കൃത്യമായ ഒരു മാനിഫെസ്റ്റേഷൻ റുട്ടീൻ ഉണ്ടാക്കുക. നമ്മളുടെ പെയ്ഡ് ക്ലാസ്സിൽ നമ്മളുടെ എല്ലാ ക്ലയൻസിനും നമ്മളൊരു മാനിഫെസ്റ്റേഷൻ റുട്ടീൻ തയ്യാറാക്കി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു മാനിഫെസ്റ്റേഷൻ റുട്ടീൻ ഉണ്ടാകും. കാരണം ഒരു ബിലീഫ് കൾട്ടിവേറ്റ് ചെയ്യാൻ എത്ര പാടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പാടെന്നുള്ള വെൻ യു തിങ്ക് ഇറ്റ് ഈസ് ഈസി എന്നുള്ളതാണ്, അത് അവിടെ വിട്ടേക്ക്. എന്നാലും ഞാൻ പറഞ്ഞ പ്രോസസ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ റുട്ടീൻ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് സെക്ഷനിലുണ്ട്. ഫ്രീ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ കൃത്യമായിട്ട് 3, 4, 5 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നതുകൊണ്ട് അതാണ് നമ്മുടെ റുട്ടീനിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ്. അതുകൂടാതെ ടെക്നിക്കുകൾ ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മളൊരു ടെക്നിക്ക് ഉൾപ്പെടെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ ഓരോ നിമിഷവും ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി തരും. ഇതൊക്കെ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലുണ്ടാവും. താല്പര്യമുള്ള ആളുകൾ, താല്പര്യമുള്ളവരെന്ന് പറയുന്നില്ല, ജീവിതത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ, ജീവിതത്തിൽ വിജയിച്ച് മുന്നേറാൻ താല്പര്യമുള്ള ആളുകൾ
വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയ ക്ലാസ്സിൽ കാണാം. ബൈ.